ഹായ് ഹലോ. ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബീഫ് പുലാവിൻ്റെ റെസിപ്പി നമുക്കും ഒന്നുണ്ടാക്കി നോക്കിയാലോ. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. 1 കിലോ ബീഫും 4 കപ്പ് റൈസും കൊണ്ടാണ് പുലാവ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. വൈറ്റ് ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. അതിനായി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫിൻ്റെ കൂടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, 1/2 ടീസ്പൂൺ വലിയ ജീരകം, കുരുമുളക്, 2 ബേ ലീഫ്, 1.5 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി, ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, 7-8 വെളുത്തുള്ളി, ഒരു സവാള ക്യൂബായി കട്ട് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ കല്ലുപ്പും ചേർത്ത് ബീഫ് മൂടാനായിട്ടുള്ള വെള്ളവും ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം 5-6 വിസിൽ വരുന്നത് വരെ ബീഫ് നന്നായി വേവിച്ചെടുക്കാം. ബീഫ് വേവുന്ന ടൈം കൊണ്ട് വലിയൊരു പാത്രം വെച്ച് അതിലേക്ക് 5-6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞ 2 സവാളയും അതിൻ്റെ കൂടെ ക്യാരറ്റും മുന്തിരിയും ഫ്രൈ ആക്കിയെടുക്കാം. ഇതേ എണ്ണയിലേക്ക് തന്നെ 3 പീസ് പട്ട, 4 ഏലക്ക, 4 ഗ്രാമ്പൂ, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1 ബേ ലീഫ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ എന്നിവ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. ബീഫ് വേവിച്ച ടൈമിൽ വലിയ ജീരകമാണ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ നമ്മൾ ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇതെല്ലാം ചേർത്ത് മൂത്ത് വന്നതിന് ശേഷം നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ബീഫ് കഷ്ണങ്ങൾ മാത്രമായിട്ട് കോരിയെടുത്ത് ഈ സ്പൈസസിലിട്ട് 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. 2 മിനിറ്റിന് ശേഷം 1/4 കപ്പ് തൈരും നേരത്തെ ഫ്രൈ ആക്കി മാറ്റി വെച്ച ഉള്ളിയിൽ നിന്നും കുറച്ച് മാറ്റി വെച്ച് ബാക്കി മുഴുവനായിട്ട് ബീഫിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ ചേർത്ത് കൊടുക്കാം. ബീഫ് വേവിച്ച വെള്ളം ചേർത്തതിന് ശേഷം ബാക്കി വെള്ളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി മാറ്റി വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം 3/4 വേവാവുന്നത് വരെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. 3/4 വേവായതിനു ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഉള്ളിയും ക്യാരറ്റും മുന്തിരിയും മുകളിലായി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ ടൈം കൊണ്ട് തന്നെ നമ്മുടെ പുലാവ് നന്നായി വെന്ത് കിട്ടും. ഇത്ര പണിയുള്ളൂ. ഈസി പുലാവ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് തരണേ, കമൻറ്റ് ഇടാൻ മറക്കല്ലേ.